ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ കായ് വിളയിച്ചതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കിഡിലൻ അൺബോക്സിങ് കൂടിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അൺബോക്സിങ് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് എയറ ബൊട്ടീക്കിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവർ മലപ്പുറമുള്ളൊരു ഓൺലൈൻ ബൊട്ടീക്കാണേ. എനിക്കിവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഡെയിലി വെയർ ആണ് കേട്ടോ. ഒരു ടോപ്പും പ്ലാസോ പാൻറ്റും 2 ഷോൾ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവരുടെ അടുത്ത് മോഡസ്റ്റ് വെയേഴ്സ് ഉണ്ട്, കിഡ്സ് വെയേഴ്സ് ഉണ്ട്, അബായാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ കുറച്ചായിട്ട് ജെൻസ് വെയേഴ്സും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എത്തിച്ചു തരും. പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എത്തിച്ചു തരും കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി മെറ്റീരിയൽ. പിന്നെ ഷോളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഫ്രണ്ടൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ളൊരു ഷോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റയുടെ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റായിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പഴയകാല ഒരു റെസിപ്പിയാണ് കേട്ടോ. കായ് വിളയിച്ചത് എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉമ്മാമ്മയാണ് കേട്ടോ. കാരണം പഴയകാല ഐറ്റമൊക്കെ ആകുമ്പോൾ ഇവരുടേതായ ടേസ്റ്റ് വേറെ തന്നെയാണ് ഉമ്മാമ്മയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിച്ച് പെർഫെക്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പാനിലേക്ക് 1/2 കിലോ വെള്ളം, അതായത് ശർക്കര ഒരു ഗ്ലാസ് നിറയെ വേണ്ട, വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം എന്നാണ് പറയാറുള്ളത്. നല്ലപോലെ മെൽറ്റ് ചെയ്തിട്ട് വേണം ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ മെൽട്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം അവിടുന്ന് മെൽട്ടാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കായ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉമ്മാവേദ കായൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിളയിച്ചതിന് ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ കായ് കട്ട് ചെയ്തെടുക്കുക. നല്ല നേരിയതായിട്ട് വട്ടത്ത് കട്ട് ചെയ്യേണ്ട, അത്യാവശ്യം ചെറിയ കട്ടിയോട് കൂടിയിട്ട്. അപ്പോൾ വേറൊരു കാര്യം പ്രത്യേകം പറയാം, ഈ ഒരു കായ് വിളയിച്ചതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന കായ് എന്ന് പറയുന്ന പഴമാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരൊക്കെ കായ് എന്നാണ് പറയാറുള്ളത്. പഴം വേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല പഴുത്ത ടൈപ്പ് പഴം, അതാ തൊലിയൊക്കെ കറുപ്പ് വരാൻ തുടങ്ങുന്ന ആ ഒരു പഴമാകുമ്പോൾ പറ്റില്ല, അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അത് ഉമ്മാമ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല പഴുപ്പുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെത് ഇപ്പോൾ ചെറിയൊരു പഴുപ്പ് കുറവുണ്ട്. അപ്പോൾ കായൊക്കെ അവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതാ നമ്മുടെ വെള്ളം ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇടയ്ക്കിടെ ഇളക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മെൽട്ടാകുന്ന മനസ്സിലാവില്ല. അപ്പം ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉമ്മാവ ഇവിടെ കായ്ത കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കണക്ക് എന്ന് പറയുന്നത് 1 കിലോ പഴമാണ് കേട്ടോ. 1 കിലോ നല്ല പഴുത്ത നേന്ത്രപ്പഴത്തിന് 1/2 കിലോ വെള്ളം എന്നുള്ള രീതിക്കാണ് മധുരത്തിൻ്റെ കണക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊക്കെ ഇവിടെ മധുരം ഇത് പാകമാണ്. അഥവാ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറക്കാം കേട്ടോ. 1/2 കിലോ വെള്ളത്തിൽ നിന്ന് ഒരാണിയൊക്കെ വെള്ളം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് കായ് വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ അടുത്ത പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒരുക്കി വെച്ചിട്ടില്ലേ, ഇത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം ഇങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വെള്ളത്തിൽ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കല്ലൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാനിൽ തന്നെ എല്ലാം കൂടി ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെള്ളം ഇതാ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തേങ്ങ തന്നെ എടുത്തിട്ട് മൊത്തത്തിൽ ചിരകി എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് 1 കിലോ നേന്ത്രപ്പഴം മൊത്തത്തിൽ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ രീതിയിൽ എന്ന് വെച്ചാൽ നല്ല പഴുപ്പുള്ള പഴം, നല്ല തൊലിയൊക്കെ കറുത്ത പഴം നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് നല്ലപോലെ തേങ്ങയൊന്ന് സോഫ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പഴം ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെതിപ്പം പറഞ്ഞല്ലോ കുറച്ചൊരു പഴുപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ തേങ്ങയും പഴവും ഒക്കെ ഒന്നിച്ചിട്ടാണ് കേട്ടോ ഉമ്മാമ്മ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി നല്ലപോലെ സോഫ്റ്റായി വന്നോളും. ഇനി ഇത് നല്ലപോലെ തിളച്ച് പതച്ച് നന്നായിട്ട് വിളഞ്ഞ് വരണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉമ്മാമ്മ പറയാറുള്ളത്. അപ്പോൾ ഇതാ ഇടയ്ക്കിടെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. നല്ലപോലെ പഴമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ.
നല്ലപോലെ ഒന്ന് വറ്റി കുറുകി ഒരു വിരകിയ രീതിയിലായിട്ട് വരും കേട്ടോ, വരട്ടിയ രീതിയിലായിട്ട്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടെ ഒന്ന് ഇനി ഇതിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. നിങ്ങൾ പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൂ കേട്ടോ, പെട്ടെന്ന് അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ അടപ്പ് തുറന്ന് നോക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് തന്നെ കേട്ടോ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ടല്ലോ നമ്മുടെ വെള്ളത്തിൻ്റെ ഒക്കെ, അതൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ സെറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു കായ് വിളയിച്ചത് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഒരു 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. എല്ലാവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഐറ്റം. പിന്നെ നിങ്ങൾ പഴമൊക്കെ കറുത്തിട്ട് വീട്ടിൽ കളയാൻ പാകത്തിനൊക്കെ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആരും കഴിക്കാത്ത രീതിക്കൊക്കെ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, കാരണം അത്രയ്ക്ക് ഹെൽത്തി റെസിപ്പിയും കൂടിയാണ്. പിന്നെ ഈ ഒരു കായ് വിളയിച്ചത് നമ്മൾ പഞ്ചസാരയിലും ചെയ്യും കേട്ടോ, അതായത് വെള്ളത്തിന് പകരം പഞ്ചസാര എടുക്കുക. പക്ഷെ അത്രയ്ക്ക് ഹെൽത്തി അല്ലല്ലോ, ഇതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇടയ്ക്കിടെ അടുപ്പ് തുറക്കുക, ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കായ് വിളയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വരട്ടിയ രീതിക്കാക്കി എടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റാണ് കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കായ് വിളയിച്ചത് റെഡിയായി. സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ഉമ്മാമ്മ പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പഴുത്ത പഴം എന്തായാലും വേണം, നല്ലപോലെ പഴുത്ത പഴം, എങ്കിലേ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം പറയുകയാണേ. അപ്പോൾ ഇതാ നമ്മുടെ കായ് വിളയിച്ചത് അത്യാവശ്യം നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്യുന്നത്. കണ്ടില്ല, കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പി അല്ല, എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ അയച്ചു തരിക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്